ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1940. ഇന്ന് ഏപ്രിൽ മാസം 23-ാം തീയതി, 113-ാമത്തെ ദിവസത്തിലെത്തി. അതെ, ഉയർപ്പിനെ തുടർന്ന് പ്രകാശത്തിന്റെ ദിനങ്ങളിലാണ്. കുറച്ചുകൂടി പ്രകാശം അവനവന്റെ ജീവിതത്തിനകത്ത് നമ്മൾ ഉറപ്പുവരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ദിവസങ്ങളിൽ. ഉറപ്പുവരുത്തു മാത്രമല്ല, അതിൽ നമ്മൾ സ്ഥിരമായി നിലനിർത്തുക കൂടിയാണ്. എന്തായാലും എമ്മാവൂസിലേക്ക് 2 ശിഷ്യന്മാരുടെ മനോഹരമായ യാത്രയുണ്ട്. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ അവസാന അധ്യായത്തിലാണ്. പല ആവർത്തി ഒന്ന് വായിക്കുന്ന നല്ലതാണ്. എൻ്റെ തന്നെ മിക്കവാറുമുള്ള യാത്രയാണ് ഇത് തന്നെയല്ലേ? ഒരുപക്ഷെ നമ്മൾ ഓരോരുത്തരുടെയും എന്താണ് പ്രത്യേകത? ഒഴിവാക്കാമായിരുന്ന യാത്രയാണ് എന്നതാണ്. ശരിയാണ്, പല യാത്രകളും വേണ്ടെന്ന് വെക്കാമായിരുന്നു. വലിയ ലക്ഷ്യമൊന്നുമില്ല, കുലീനമായ അഴകുള്ള ആഴമുള്ള അന്തസ്സുള്ള ലക്ഷ്യങ്ങളൊന്നും തന്നെയില്ല. ജീവിതം അങ്ങ് ഒഴുകിപ്പോകുന്നു എന്ന് മാത്രമാണ്. ദൈവം ഇത്രത്തോളം പാടുപെട്ട് രൂപപ്പെടുത്തിയ വീണുപോയ മാനവജാതിയെ അതിലും കഠിനമായി പാടുപെട്ട് നിലനിർത്തിയ വീണ്ടെടുത്ത കാര്യങ്ങളൊക്കെ നമുക്കറിയാം. എന്നിട്ടും ഈ ജീവിതം ചൊവ്വേന്നേരെ ഒന്ന് ജീവിച്ച് തീർക്കാനായിട്ട് കഴിയാതെ പോകുന്നു. മലയാളത്തിലെ ഒരു ക്ലാസിക് പുസ്തകമാണ് മനുഷ്യനൊരു ആമുഖം. പ്രിയപ്പെട്ട സുഭാഷ് ചന്ദ്രൻ എഴുതിയ പുസ്തകം. അതിലൂടെ ഒന്ന് കടന്നു പോകേണ്ടതാണ് മനുഷ്യനാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും. അതിൻ്റെ തുടക്കം തന്നെ നമ്മളെ വല്ലാതെ കുഴപ്പിക്കും. തിളച്ച വെള്ളത്തിൽ വീണ ഒരു അനുഭവം ഉണ്ടാവും. അത് അനുഭൂതിയാണോ കുളിരാണോ എന്ന് ഓരോരുത്തരും ഒന്ന് പരീക്ഷിച്ച് നിശ്ചയിക്കട്ടെ. സുഭാഷ് ചന്ദ്രൻ എഴുതുന്ന ഇങ്ങനെയാണ്: പൂർണ്ണ വളർച്ച എത്താതെ മരിച്ചു പോകുന്ന ലോകത്തിലെ ഏക ജീവി മനുഷ്യനാണ്. വല്ലാത്ത ലജ്ജയും തോന്നുന്നുണ്ട്. പൂർണ്ണ വളർച്ച എത്താതെ ലോകത്തിൽ ജനിച്ച് മരിച്ചു പോകുന്ന ഏക ജീവി മനുഷ്യനാണ്. നമ്മൾ കുറേയും കൂടി ഒന്ന് വളരേണ്ടിയിരിക്കുന്നു. അതിങ്ങനെ ഭൗതികമായോ ശാരീരികമായോ അല്ല, അതാവശ്യമാണ്. ഭൗതികമായും വേണം, ശാരീരികമായും വേണം. പക്ഷെ മാനസികമായും ബൗദ്ധികമായും ആത്മീയമായും കുറെ കൂടി ഒരു വിശാലതയൊക്കെ അവനവൻ്റെ ഹൃദയത്തിന് ലഭിക്കട്ടെ. വിചാരങ്ങൾക്ക് വേണ്ടേ, പ്രവൃത്തികൾക്ക് അതിനനുസരിച്ച് അതിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന കുറെ വെളിച്ചം ഉണ്ടാവണ്ടേ. ഉയർപ്പ് പെരുന്നാള് അതിനൊക്കെയുള്ളതാണ്, ആഘോഷിക്കാൻ മാത്രമുള്ളതല്ല. പ്രാർത്ഥനയോടുകൂടി ആമേൻ.